ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു മുട്ടനാടിനെ വാങ്ങി എങ്ങനെ കറി ഉണ്ടാക്കാമെന്നതാണ് കാണിക്കുന്നത്. ഫെബ്രുവരി 12 പൊതു പണിമുടക്ക് ദിവസം മുതലാളിയും തൊഴിലാളിയും അധ്യാപകരും ജീവനക്കാരും എല്ലാവരും കൂടി ഒരാടിനെ വാങ്ങി കറി ഉണ്ടാക്കി അതിൻ്റെ കൂടെ പൊറോട്ടയൊക്കെ ആക്കി നന്നായി കഴിക്കുന്ന ഒരു രീതിയാണ്. ആദ്യം തന്നെ ഒരു തൊഴിലാളി ആടിനെ അറുത്ത് നല്ല രീതിയിൽ ആടിനെയൊക്കെ അറുത്ത് ലെവലാക്കി എന്നതിന് ശേഷം അതിനെ പറ്റുന്ന രീതിയിൽ ചെറുതായി കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കുകയാണ്. കണ്ടില്ലേ മക്കളെ, ഒരാടിനാണ് എല്ലാ വേഷവും കിട്ടും. ഇത് ഒരു സാധ്യം. എന്തായാലും ആറ്റിൽ കളയുകയാണെങ്കിലും അളന്നു കളയണം എന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയ ഇറച്ചിയെ അളന്ന് എടുത്ത് അതിൽ നിന്നും ഓരോരുത്തർക്കും വേണ്ട ഭാഗങ്ങളൊക്കെ മാറ്റി പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ അവിടെ വെച്ച് തന്നെ കറിയാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല മൺചട്ടി പുറത്ത് വിറകടുപ്പിൽ തന്നെ പുറത്ത് തന്നെ നമ്മൾ 3 കല്ല് വെച്ച് കൂട്ടിയ അടുപ്പിലാണ് നമ്മൾ ആടിൻ്റെ കറി വയ്ക്കുന്നത്. നന്നായി വെള്ളം പാർന്ന് കത്തിച്ച് അതിൽ ആടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കരളിൽ നിന്ന്, എല്ലിൽ നിന്ന്, ഇപ്പോൾ കാൽഭാഗത്ത് നിന്ന്, വാരിയിൽ നിന്നും എല്ലാം ഓരോരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം ഓരോ പീസ് എടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മസാലയും മറ്റുമൊക്കെ ഇട്ട് തിളപ്പിക്കുകയാണ്. നല്ല രീതിയിൽ ഏകദേശം 1 മണിക്കൂറോളം തിളച്ചപ്പോൾ തന്നെ ഏകദേശം അത് വെന്ത ഒരു ലെവലിലായിട്ടുണ്ട്. ഇത് നമ്മൾ വിറക് മാത്രമാണ് ഉപയോഗിച്ചത്. നല്ല രീതിയിൽ മൂടിയിട്ട് കത്തിച്ചില്ല, കാരണം നമുക്ക് കറി പെട്ടെന്ന് കുറുകി കിട്ടുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാകുമ്പോൾ ഫോട്ടോ പിടിക്കാൻ വേണ്ടി ആളുകൾ വന്നു. ഓരോരുത്തർ അവർക്കും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഫോട്ടോ പിടിക്കാൻ വേണ്ടി തല്ലുകൂടാൻ തുടങ്ങി. എന്തായാലും കളിയും ചിരിയുമൊക്കെ ആയി ഏകദേശം 1 മണിക്കൂറായപ്പോഴേക്കും ഞങ്ങളുടെ കറി റെഡിയായിരുന്നു. നല്ല അടിപൊളി മണമാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കറി ഇറക്കി വെച്ചു. പൊറോട്ടയ്ക്ക് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമർ ആദ്യം തന്നെ കൈ നീട്ടി അദ്ദേഹത്തിന് തന്നെ ബോണിയായി നമ്മളിത് നൽകി. തുടർന്ന് നമ്മളെല്ലാവർക്കും ഈ 2 പൊറോട്ടയാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. മാഷക്ക് ഒരു പൊറോട്ട മതി എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം എത്തുമ്പോഴേക്കും ഒന്ന് എന്ന് ബഷീർ പറഞ്ഞ പോലെ ഇമ്മണി വലിയ ഒന്നായി മാറിയിരുന്നു. എന്തായാലും വളരെ സന്തുഷ്ടമായി. അതിൻ്റെ ഒരു തനത് രുചിയിൽ തന്നെ എല്ലാവർക്കും അത് കഴിക്കാനും ഇതിന് സാധിച്ചു. എനിവേ താങ്ക് യു.